അവർ തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ആ ജോലി മാറ്റി വെച്ചിട്ട് സൈഡിലേക്ക് മാറിയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ 4 ദിവസം കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടുത്തെ ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെ 4 ദിവസം കൊണ്ട് നമുക്ക് വാച്ച് അവർ പൂർത്തിയാക്കി നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാം. അതിനു മുമ്പ് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കുറച്ച് മിസ്റ്റേക്കുകൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യും. ആദ്യമായിട്ട് ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും നമ്മളൊരു ഷോർട്സ് ഇട്ടു എന്ന് വിചാരിക്കുക. ആ ഷോർട്സ് ഇടുമ്പോഴത്തേക്കും നമ്മൾ ആ ഷോർട്സിൻ്റെ ലിങ്ക് നമ്മൾ ആദ്യമേ വാട്സപ്പിൽ പോയി ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കും. നമ്മുടെ സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും. ഞാൻ കുറച്ച് മുമ്പ് വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ തന്നെ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ടക്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യും. അപ്പോഴേ സ്റ്റാറ്റസ് ഇടും, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടും, ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. ഇതെല്ലാം ഞാൻ ചെയ്യും. പക്ഷേ എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ 100, 90, 50 എന്ന് മാത്രമായിരുന്നു. പക്ഷെ എപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ പ്രശ്നമുണ്ട്. കാരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് അഖിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ ഓൾറെഡി മോണിറ്റൈസ് ആയിട്ടുണ്ട് ചാനൽ. അപ്പോൾ അവനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, എടി നീ ഇങ്ങനെ വാട്സാപ്പിൽ സ്റ്റോറി ഇടരുത്. കാരണം അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് അങ്ങനെ കാര്യം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ഒരു അൽഗോരിതം ഉണ്ട്. അവർ തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ആ ജോലി മാറ്റി വെച്ചിട്ട് സൈഡിലേക്ക് മാറിയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്. നമ്മൾ ചെയ്യണത്, നമ്മൾ വീഡിയോ ഇട്ട ഉടനെ മറ്റുള്ളവർക്ക് ആ വീഡിയോ നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കും. അത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഷോർട്സ് മാത്രം പോസ്റ്റ് ചെയ്തത് കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാനേ പോകുന്നില്ല. അല്ലെങ്കിൽ അത്രയ്ക്കും നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷോർട്സിലാവുമ്പോൾ നമ്മൾ ഇത്ര ദിവസം കൊണ്ട്, അതായത് 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ് ആണ് നമുക്ക്, 10 മില്യൺ വാച്ച് അവർ ഉണ്ടെന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഷോർട്സ് കൊണ്ട് നമ്മുടെ പേജ് മോണിറ്റൈസ് ആവുകയുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് 4000 വാച്ച് അവേഴ്സ് ആണ്. നമ്മുടെ ലോങ് വീഡിയോസിൽ 4000 വാച്ച് അവേഴ്സ് വേണം. അപ്പോൾ അതിന് ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ഇടുന്നതിനെക്കാട്ടും ബെറ്റർ നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു ഇതിൽ. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോർട്സും ലോങ് വീഡിയോസും മാത്രം ഇട്ടിട്ട് കാര്യമില്ല, നമ്മൾ അതിൻ്റെ കൂടുതൽ ലൈവും കൂടെ ചെയ്യണം. ഈ ലൈവും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോസ് ഇടുമ്പോഴും ഷോർട്സ് ഇടുമ്പോഴും ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകും. അതേപോലെ തന്നെ നമ്മുടെ ലൈവ് വീഡിയോസ് കാണുമ്പോഴത്തേക്കും ആൾക്കാർ 1 മിനിറ്റെങ്കിലും നമ്മൾ എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി ഇരിക്കില്ല അല്ലേ? അപ്പോൾ ഞാനാണെങ്കിൽ പോലും ഒരു ലൈവ് വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്തായാലും 1 മിനിറ്റെങ്കിലും അവർ എന്താ പറയണമെന്ന് നോക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു 30 സെക്കൻഡാണ് നമുക്ക് ഒരു വ്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 പേരാകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്കൊരു വ്യൂസ് പോകും. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ ഏകദേശം 2, 3, 4 തവണ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡേയിൽ നമുക്ക് ഏകദേശം ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 60 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ചാനലിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പേര് വേണം. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, നമ്മൾ ഓരോ വീഡിയോസിനും അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ വേണം. ചിലർ വീഡിയോ പോസ്റ്റ് ചെയ്യും, പക്ഷെ ആ വീഡിയോയും തമ്മിൽ നമ്മൾ യാതൊരു ബന്ധവും കാണില്ല. അതും ഇതേപോലെ ഒരു മിസ്റ്റേക്കിൽ പെട്ടതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ നമുക്ക് സെർച്ച് ചെയ്യുവാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ യൂട്യൂബിൽ എങ്ങനെ മോണിറ്റൈസ് ആവാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരാൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടു, ഞാനത് കയറി നോക്കുമ്പോഴത്തേക്കും ആ വീഡിയോയും ഈ തമ്പനയിലും തമ്മിൽ ഒരു ബന്ധമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്ക് അടിച്ച് പോകും. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് അഗേൻസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് അൽഗോരിതം അപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാൾ കാണാൻ വേണ്ടി വന്നു, പക്ഷേ അവർക്ക് ആ വീഡിയോ കാണണ്ട, അവരപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ യൂട്യൂബ് അൽഗോരിതം നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നിൽക്കില്ല. അതേപോലെയാണ് നേരത്തെ പറഞ്ഞ കാര്യവും. യൂട്യൂബിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നമ്മൾ സ്റ്റാറ്റസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണുന്നവർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അപ്പോഴേ ബാക്ക് അടിച്ചങ്ങ് പോകും. അപ്പം നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് അതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് എത്തില്ല. അപ്പോൾ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്ന കമൻറ്റ്, ടാഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ദിവസം നല്ല വേറെ 2 ദിവസം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മോണിറ്റൈസ് ആക്കി എടുക്കാം കേട്ടോ. പക്ഷെ നമുക്കത് നല്ല എഫേർട്ട് വേണം. ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഉടനെ പറയും 4 ദിവസം കൊണ്ട് എങ്ങനെ? പക്ഷെ 4 ദിവസം കൊണ്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട്, ലോങ് വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാലോ ഷോർട്സ് വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാലോ അതിൻ്റെ കൂടുതൽ നമ്മൾ ലൈവും കൂടെ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ
ഒരു കൂടിപ്പോയൊരു 4 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 പേരെങ്കിലും ഒരു തവണ വന്ന് നമുക്ക് കാണാതെ പോവില്ല. എന്തായാലും നമുക്ക് ഉറപ്പാണ്. അത് കൺഫേം ആണ്. അത് എൻ്റെ വാക്കാണ്. അപ്പോൾ ആരും അങ്ങനെ കാണാതെ പോവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ലൈവും കൂടെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇതേപോലെ കുറച്ച് മിസ്റ്റേക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്തോ. കാരണം ഒരു 2027 ഫെബ്രുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു സ്വപ്നമായി മാറും. കാരണം 2027 ഫെബ്രുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് അവേഴ്സിൻ്റെ കാര്യത്തിലും മോണിറ്റൈസേഷൻ കാര്യത്തിലും കുറേ ഭേദഗതികൾ യൂട്യൂബ് വരുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ 10 മില്യൺ വ്യൂസ് ഷോർട്സിലോ 4000 മണിക്കൂർ നമുക്ക് ലോങ് വീഡിയോസിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേജ് മോണിറ്റൈസ് ആവും. പക്ഷെ അതേസമയം 2027 ഫെബ്രുവരി ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണത്? ഈ 4000 എന്നുള്ളത് ഒരു 8000 ഷോർട്സിലെ ലോങ് വീഡിയോസിലേക്ക് വാച്ച് അവർ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറെ കടമകൾ കുറച്ചും കൂടെ കൂടുതൽ, കാരണം നമ്മൾ ഇപ്പൊ എടുക്കുന്ന എഫേർട്ടിന്റെ 4 ഇരട്ടി അല്ല, അതിന്റെ 10 ഇരട്ടി എടുത്താൽ മാത്രമേ നമുക്ക് അപ്പം മോണിറ്റൈസേഷനുള്ള സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുക, ലൈവ് ചെയ്യുക, ഷോർട്സുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ലൈവ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുക, ലോങ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുക, പുതിയ പുതിയ കണ്ടന്റുകൾ കൊണ്ടുവരിക. ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുടെ കണ്ടന്റുകൾ നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിന് വേണ്ടി ഒരു പഠിത്തം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.